ഒന്നാണ് പർമാറിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ, നമ്മുടെ വെൻഡർ ചേഞ്ചിൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ പർമാർ ചാനൽ മനസ്സിലാവുമ്പോൾ ഹിന്ദി. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ GK എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പണ്ട് പ്രിലിംസിന് CGL സംബന്ധിച്ച് പ്രിലിംസിന് മാത്രം ഒരു 25 ക്വസ്റ്റ്യൻ 50 മാർക്കിനൊരു സംഭവമായിട്ട് കിടന്ന ഒരു സാധനമാണ് ഈ GK. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അന്ന് ബാക്കി 700-ൽ ബാക്കി 650 മാർക്കും നമുക്കല്ലാതെ GK അല്ലാതുള്ള സോഴ്സായിരുന്നു. അപ്പോൾ അന്നത്തെ GKക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ലൂസൻറ്റ് വായിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രീവിയസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ GK അങ്ങനെയല്ല. GKക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്സിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് GKക്ക്. അപ്പോൾ GK പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ എങ്ങനെ പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ അതിൽ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉള്ള ഒരു സോഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ പർമാർ എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയാലും അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി എടുക്കുന്നുണ്ട്, അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ അത് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ളവരെക്കാളും ബെറ്ററായിട്ട് നമ്മൾ കയറുക എന്നുള്ളതാണ്, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ അവിടെ നല്ല സോഴ്സ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ഹിന്ദി അറിയില്ല എന്നുള്ളൊരു കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹിന്ദി അറിയാത്ത ഒരുപാട് ആൾക്കാർ ഹിന്ദി ചാനലിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെന്ത് വേണം, മനസ്സ് വേണം. ആ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഈ പർമാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഇവിടെ തന്നെ പറഞ്ഞു, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഉണ്ട്, സബ്ടൈറ്റിൽ കാണും. പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന സാധനങ്ങൾ പറയുന്നത് മാത്രമേ ഹിന്ദിയിൽ പറയത്തുള്ളൂ. ആ എഴുതുന്ന കാര്യമുണ്ടല്ലോ, എഴുതുന്ന കാര്യം, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് വ്യത്യാസം. അപ്പോൾ എഴുതുന്നത് ഹിന്ദി തന്നെ ആയിരിക്കും, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അവരുടെ നോട്ടും എന്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കുക. ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതിൽ പഠിക്കുക. പക്ഷേ പർമാർ എടുക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, പർമാർ എടുത്ത് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുകളാണ് അവിടെ ഉള്ളത്. അത്രേ ഉള്ളൂ. പറ്റുന്നവർ ചെയ്യുക. നല്ലൊരു സോഴ്സ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ.